കേരളത്തിൽ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് അതിൻ്റെ ലീഡർഷിപ്പിലുണ്ടായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹത്തിന് BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചു. രാജീവ് ചന്ദ്രശേഖരനെ കളത്തിലിറക്കിയപ്പോൾ മനസ്സിലാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. ഇന്നലെ വരെ കേരളം കണ്ട ഒരു രാഷ്ട്രീയമുണ്ട്, അതായത് പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയിൽ, അത് മുഴുവനും ബ്രേക്ക് ചെയ്തു. അതായത് ഞാൻ ഈ പരിപ്പ് വട, കട്ടൻ കാപ്പി, കക്ഷത്തിൽ ഡയറിയൊക്കെ വെച്ചുകൊണ്ട് പോകുന്ന സഖാക്കൾ, ഏറ്റവും ലളിതമായ ജീവിതം, ഇതൊക്കെ പറഞ്ഞ് കേരളത്തെ കബളിപ്പിച്ചുകൊണ്ടിരുന്ന രണ്ടോളം പൊളിറ്റിക്കൽ പാർട്ടി, അതിൻ്റെ കൂടെ ഈ പറയുന്ന BJP അതൊക്കെ പറഞ്ഞാണ് കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. അതായത് ദേശീയത, ഹൈപ്പർ നാഷണലിസം, ഇതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട്, ആ വാക്ക ഉപയോഗിക്കുന്ന വിരാമം ഇട്ടുകൊണ്ട് ഒരു സഡൻ ബ്രേക്ക് ഇട്ടു. എന്നിട്ട് ന്യൂ ജനറേഷൻ ലീഡറായിട്ട് രാജീവ് ചന്ദ്രശേഖരൻ വരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടെക്നോക്രാറ്റ്, അതേപോലെ തന്നെ ബിസിനസ് എൻ്റർപ്രനർ, ബിസിനസ്സുകാരൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ വരുന്നത് ആദ്യമായിട്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ശശി തരൂർ ഒരു ബ്യൂറോക്രാറ്റാണ്. യുണൈറ്റഡ് നേഷൻ്റെ പ്ലാറ്റ്ഫോമിൽ എല്ലാം അവൈലബിൾ ആണ്. ആ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട് കോർഡിനേഷൻ നടത്തുന്നത്, അതായത് ഇന്ത്യയുടെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ടുള്ള ബ്യൂറോക്രാറ്റ് തന്നെയാണ് ശശി തരൂർ. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേറ്റീവ് കേപ്പബിലിറ്റി ഒരു ബ്യൂറോക്രസി രീതിയിലാണ് അദ്ദേഹത്തിന് പോയിക്കൊണ്ടിരുന്നത്. ഈ പറയുന്ന പോലെ വലിയ ഗ്രൗണ്ട് ബ്രേക്ക് എന്ന സംഭവമൊന്നും അയാളെ കൊണ്ടുണ്ടാക്കാനും സാധിച്ചില്ല. പിന്നെ ഇഷ്ടംപോലെ വാഗ്ദാനം തന്നു. തിരുവനന്തപുരത്തെ ബാഴ്സലോണയാക്കും, തിരുവനന്തപുരത്തെ സിംഗപ്പൂരാക്കും, തിരുവനന്തപുരത്തെ ആംസ്റ്റർഡാക്കും. ഒരു പുല്ലുവാക്കിയില്ല. അവിടെയുള്ള മണ്ടൻ ഓട്ടന്മാർ ഇയാൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്നു. അത് പോട്ടെ, ഞാൻ അവിടെ വെക്കുക. ഇവിടെ രാജീവ് വന്നു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ മാറ്റമുണ്ട്. മോഡറേറ്റ് ഫേസ് ഞാൻ പറയുന്നത്, ഈ സംഘപരിവാറിൽ ഇത്രയും നാളും പല ഫേസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ സംഘപരിവാറിൻ്റെ ഒരു മോഡറേറ്റ് ഫേസ് എന്ന് ലോകത്തെ കാണിച്ചിരിക്കുന്നത് മോദിയുടെ ഫേസാണ്. കാരണം ഈ ഹൈപ്പർ നാഷണലിസം, ദേശീയത മാത്രമൊന്നുമല്ല, വിദേശ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, എന്നാൽ മാത്രമേ ഇന്ത്യ മുന്നോട്ട് പോകാൻ പറ്റൂ. കോമ്പറ്റീറ്റീവ് ആയിരിക്കണം, ഇന്ത്യൻ കോർപ്പറേറ്റ്സ് മത്സരിക്കണം, എന്നാൽ മാത്രമേ ഇന്ത്യയുടെ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. മോദി തന്നെയാണ്, നരേന്ദ്രമോദി തന്നെയാണ് BJPയുടെ മോഡറേറ്റ് ഫേസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട പല മോഡറേറ്റ് ഫേസുകളും BJP വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട സൗത്ത് ഇന്ത്യ എന്നൊരു ഫേസ് തന്നെയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ. കാരണം ഒരു എയർ കമാൻഡർ, അതായത് പട്ടാളത്തിലെ ആർമിയുടെ ഒരു ബ്രിഗേഡിൽ, അതേപോലെ തന്നെ എയർഫോഴ്സിൻ്റെ ഒരു ഫൈറ്റർ പൈലറ്റ് ആയിരുന്നു രാജീവിൻ്റെ ഫാദർ. അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ്. ഇന്ത്യയിലെ പല ഭാഗത്ത്, കാരണം ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട പോസ്റ്റിംഗ് പല സ്കൂളുകളിലായിട്ട് പഠിച്ചു. പിന്നീട് മണിപ്പാലിൽ നിന്നും എൻജിനീയറിങ് കഴിഞ്ഞു. പിന്നെ മാസ്റ്റേഴ്സ് US പോയി എടുക്കുന്നു. ടെക്നോക്രാറ്റ്. പിന്നീട് ഇന്ത്യയിൽ വന്ന് പല ബിസിനസ്സും സംരംഭങ്ങളും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിലൊക്കെ വളരെ സക്സസ് ആയ ആളാണ് ഈ രാജീവ്. നിങ്ങൾ ഈ പറയുന്ന ബിസിനസ്സുകാരൻ സക്സസ് ആവുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അപ്പം ഈ ന്യൂ ചിപ്പ്, അതായത് ചിപ്പ് ടെക്നോളജി ആണെങ്കിലും മൊബൈൽ ടെക്നോളജി ആണെങ്കിലും, അപ്പോൾ അവിടെയൊക്കെ സക്സസ് ആയ ഒരു ബിസിനസ്സുകാരൻ അത് രാഷ്ട്രീയത്തിലോട്ട് വരികയാണ്. ബാംഗ്ലൂരുള്ള മുഴുവനും IT-യുമായിട്ട് ബന്ധപ്പെട്ട മുഴുവനും ഗിമിക്സ് അറിയാവുന്ന വ്യക്തിയാണ് ഇയാൾ. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഇയാൾ. ഇപ്പം ബാംഗ്ലൂർ ഏകദേശം 10 ലക്ഷത്തോളം ഈ ടെക്കീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ഗ്രൗണ്ടും ഇയാൾക്കറിയാം. അപ്പം ഇന്ത്യയുടെ മോഡേൺ ഫേസാണ് രാജീവ്. വിദേശ പഠനം, അതിനുശേഷം എന്താണ് ഗ്ലോബൽ എക്കോണമിയെ പറ്റി അറിയാം, ഇന്ത്യയുടെ തൊഴിലിൻ്റെ സാധ്യതകളെ എത്രമാത്രം പൊട്ടൻഷ്യലി മാറ്റണം അതിനെപ്പറ്റിയുള്ള വിവരമുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബേസ് ചെയ്ത് അതിൻ്റെ സഹമന്ത്രിയായിരുന്നു, അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്ത ആളാണ്. ഇപ്പം നമ്മൾ ഈ മനസ്സിലാക്കുമ്പം കട്ടൻ കാപ്പിയും പരിപ്പോടെയും മാറിയിട്ട് എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ഇറ്റാലിയൻ പിസയും കൊളംബിയൻ കോഫിയും അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അതായത് ന്യൂ ജനറേഷൻ. രാജീവ് ചന്ദ്രശേഖർ BJPയുടെ കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് ആവുന്ന സമയത്ത്
മാത്യു സാമുവൽ സാർ അല്ലെങ്കിൽ രാജ്യത്തെ മുതിർന്ന മാധ്യമ പ്രവർത്തനമായിട്ടുള്ള ഇദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ ഏത് തരത്തിലാണ് എടുക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പറയാം. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ചാനലിൽ മാത്യു സാമുവൽ സാർ ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് BJPയുടെ ആഭ്യന്തര വിഷയങ്ങൾ പറഞ്ഞിട്ടായിരുന്നു. നമ്മൾ ആരും BJPയിൽ എന്തെങ്കിലും ആഭ്യന്തര വിഷയങ്ങൾ നടക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് BJPയുടെ പരാജയത്തിലേക്ക് എത്തിക്കും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യമായിരുന്നു. കേവല ഭൂരിപക്ഷം നേടാൻ BJP ബുദ്ധിമുട്ടുമെന്നായിരുന്നു മാത്യു സാമുവൽ സാർ എന്ന് പറഞ്ഞത്. അതിന് ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് കൃത്യമായിട്ടുള്ള ഒരു വിഷയമാണ് പറഞ്ഞു. ഏകദേശം 100-നും 120 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ മാറ്റി പുതിയ സ്ഥാനാർത്ഥികളാണ് മത്സരിപ്പിച്ചത്. അതിൽ കഴിഞ്ഞ 2019 മത്സരിച്ച് വിജയിച്ചു, വലിയ ഭൂരിപക്ഷത്തിൽ മത്സരിച്ച് വിജയിച്ച MP-മാരായിട്ടുള്ള ആളുകൾ പോലും അവർക്ക് വരെ സീറ്റ് കൊടുക്കാതിരുന്ന ഒരു സാഹചര്യത്തെ പറ്റി മാത്യു സാമുവൽ പറയുകയും അദ്ദേഹം പറഞ്ഞത് ഇവർ അവിടെ ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അവർ വലിയ തരത്തിൽ സംഘടനയുടെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം പറഞ്ഞു. ഇത് BJPക്ക് ഇത്രയും സീറ്റുകളിൽ വലിയ തരത്തിൽ കുറവുണ്ടാക്കാൻ, പല സീറ്റുകളിലും പരാജയത്തിലേക്ക് പോകാനുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് യഥാർത്ഥത്തിൽ ശരിയായി മാറി നമ്മൾ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ 303 സീറ്റുണ്ടായ BJP 240 സീറ്റുകളിലേക്ക് ചുരുങ്ങി. രാജ്യത്ത് പല സാമൂഹിക നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകന്മാരും പറഞ്ഞ വാക്കുകൾക്ക് അവരൊക്കെ ഈ ഇലക്ഷന്റെ ടൈം അടുത്ത സമയത്ത് ഏറ്റവും അടുത്ത സമയത്താണ് ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ തിരഞ്ഞെടുപ്പ് BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ഒരാഴ്ചക്കകം തന്നെ മാത്യു സാമുവൽ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. പറഞ്ഞു അത് ഉറപ്പായിട്ടും അത് ഫലിച്ചു എന്നുള്ളത് ആളുടെ കാഴ്ചപ്പാട് കൃത്യമായിരുന്നു. അപ്പോൾ ഈ ഒരു കാഴ്ചപ്പാടാണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തനം. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖർ കേരള BJP ഘടകത്തിന് പ്രസിഡന്റായി മുന്നോട്ട് വരുന്ന ഈ ഒരു സമയത്ത് ചരിത്രപരമായിട്ടുള്ള മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രവർത്തന രീതി, ബിസിനസ് മേഖല, വിദ്യാഭ്യാസ സംവിധാനങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് രാജ്യത്തെ പല സ്ഥലങ്ങളിലും ജോലി ചെയ്തിരുന്നു. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിൽ പഠിച്ചും ജീവിച്ചും അതോടൊപ്പം തന്നെ അദ്ദേഹം ബിസിനസ് ചെയ്ത് വലിയ രീതിയിൽ തന്നെ ഇന്ത്യയിൽ വിജയിച്ചു പോകുന്ന ഒരാളാണ്. അത് നിസ്സാര ബിസിനസ്സിൽ വലിയ തരത്തിലുള്ള സംവിധാനങ്ങളിലൂടെ കടന്നു പോന്നിരിക്കുന്ന ഒരാൾ. അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിലുള്ള ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ഈ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് അത് കൃത്യമായിട്ട് നമ്മൾ 2018 കർണാടക തിരഞ്ഞെടുപ്പ്, നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ സമയത്ത് അവിടെ BJP 113 സീറ്റുകളോടുകൂടി കേവല ഭൂരിപക്ഷത്തിന് തൊട്ടടുത്തെത്തി അവസാനിച്ചു. BJP സഖ്യകക്ഷിയായിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ കുറച്ച് MLA-മാരെ കൂട്ടി അധികാരത്തിൽ വരുമെന്നാണ് 2018 പ്രതീക്ഷിച്ചത്. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് കോൺഗ്രസും JDS-ഉം കൂടി ഒന്നിച്ചു നിന്നുകൊണ്ട് അവിടെ സഖ്യകക്ഷിയായി അവിടെ അധികാരത്തിലെത്തി. ഇതായിരുന്നു സംഭവിച്ചത്. അപ്പൊ ഈ ഒരു സംവിധാനത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയത് അന്ന് BJP 113 സീറ്റുകൾ ഒതുങ്ങിപ്പോയി എന്നുള്ള. പക്ഷേ അവിടെ നിന്ന് 20ഓളം കോൺഗ്രസ് MLA-മാരെ രാജിവെപ്പിച്ച് BJP സ്ഥാനാർത്ഥികളാക്കി നിർത്തി 20-ൽ 19 ആളുകളും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചു BJPയുടെ അധികാരത്തിലേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം. അന്ന് ആ ഒരു ഇലക്ഷൻ എഞ്ചിനീയറിംഗിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ച ആളാണ് രാജീവ് ചന്ദ്രശേഖർ. നിസ്സാരക്കാരനായിട്ടുള്ള വ്യക്തിയല്ല. അദ്ദേഹമാണ് കേരള BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ്. ഇവിടെ നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖരനെ നികഴ്ത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരു ബാലൻസ് എന്തെങ്കിലും പറഞ്ഞൊന്ന് കുറ്റപ്പെടുത്തണ്ടേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സന്ദീപ് വാര്യരും അതോടൊപ്പം തന്നെ CPM-ന്റെ ആളുകളൊക്കെ ഒന്നിച്ചെന്നിപ്പോ BJP രാജീവ് ചന്ദ്രശേഖരനെ ഫയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, ഇവിടെ തിരുവനന്തപുരത്ത് അദ്ദേഹം മത്സരിച്ചപ്പോൾ തന്നെ യഥാർത്ഥത്തിൽ BJP തൃശൂർ മോഡലിൽ വോട്ട് ചേർത്തിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ വിജയിച്ചേനെ. പക്ഷെ തൃശ്ശൂരിന്റെ ഒരു വോട്ട് ചേർക്കൽ തിരുവനന്തപുരത്ത് നടന്നു എന്ന് നോക്കുമ്പോൾ അത് ഇല്ല എന്ന് തന്നെ പറയാം. യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അത് തിരുവനന്തപുരത്ത് ആ ഒരു തലത്തിലേക്ക് BJPക്ക് ഉയരാൻ സാധിച്ചിരുന്നത് ഗ്രൗണ്ട് തലത്തിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് മാത്രമാണ് അവിടെ പ്രവർത്തനം നടന്നിട്ടുള്ളത്. അതിന് മുന്നോടിയായിട്ട് തൃശ്ശൂർ എത്ര നാളുകൾക്ക് മുന്നേ, 1 വർഷങ്ങൾക്ക് മുന്നേ അവിടെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വോട്ട് ചേർക്കല് എല്ലാം വൃത്തിയായിട്ട് നടപ്പിലാക്കിയത് അവിടുത്തെ തൃശ്ശൂർ BJP ഓഫീസുമായി ബന്ധപ്പെട്ട് നോക്കണം. അതിലെ BJPയുടെ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള KK അനീഷ് കുമാർ, അവിടുത്തെ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ഹരിയേട്ടൻ, അതോടൊപ്പം തന്നെ ജസ്റ്റിൻ ചേട്ടൻ, അങ്ങനെ ഒരുപാട് നിരവധി ആളുകൾ, ആ ഒരു BJPയുടെ കാര്യകർത്തകളുള്ള ആളുകളുടെ ഒരു പ്രവർത്തന മികവ് അത് തൃശ്ശൂരിൽ വലിയ രീതിയിൽ ഗുണകരമായിട്ട് മുന്നോട്ട് പോയി. ഇവിടെ തിരുവനന്തപുരം പോലെ ഒരു മണ്ഡലത്തിൽ വലിയ ശക്തനായിട്ടുള്ള തരൂരിനെ കേവലം ഒരു ചെറിയൊരു ഡിസ്റ്റൻസിൽ മാത്രമാണ്
വിജയിക്കാനായിട്ട് വിട്ടുകൊടുത്തുള്ളൂ. അതാണ് വലിയൊരു സംഭവം. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കുക, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തി നിസ്സാരക്കാരനല്ല. അദ്ദേഹം BJP സംസ്ഥാന അധ്യക്ഷനായിട്ട് വരുന്നതോട് കൂടി ചരിത്രപരമായിട്ടുള്ള മാറ്റമാണ് വരാൻ പോകുന്നത്. ഇത് കേരളത്തിൽ അധികാരത്തിലെത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വലിയ ഒരു ഇന്ധനം നിറക്കലാണ്. BJPക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഇന്ധനം നിറക്കലായിട്ട് ഈ ഒരു സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും.